ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് 1ന്റെ രണ്ടാമത്തെ യൂണിറ്റ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി പോർഷൻസ്, അതായത് ഹെൽത്ത് കെയർ ഏജൻസീസ്, ഫംഗ്ഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽസ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ ടീം, ഇങ്ങനെ ഈ 3 ടോപ്പിക്കാണ് ഇതിനകത്തുള്ളത്. വളരെ റെയർ ആയിട്ടാണെങ്കിലും ഇത് 5 മാർക്കിന് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഹെൽത്ത് കെയർ ഏജൻസീസ് ചോദിച്ചിട്ടില്ല, പകരം ഹോസ്പിറ്റലും അതിന്റെ ടൈപ്സും 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഹെൽത്ത് കെയർ ടീം 5 മാർക്കിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഫംഗ്ഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് മാത്രം ചോദിച്ചിട്ടുണ്ട്. സോ അന്ന് നമുക്ക് ആ ഒരു ടോപ്പിക്സും കൂടി നോക്കി ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് 2 ഹെൽത്ത് അസസ്മെന്റ്, ഫസ്റ്റ് യൂണിറ്റ് ഹെൽത്ത് അസസ്മെന്റ് അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇന്നത് ഹെൽത്ത് കെയർ ഏജൻസീസ് വളരെ ചെറിയൊരു ക്ലാസ് ആണ്, ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും പറയാനില്ല. ഹെൽത്ത് കെയർ സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ഹോസ്പിറ്റൽസുകൾ, ക്ലിനിക്സുകൾ, എനി മെഡിക്കൽ ഓർ റെമഡിയൽ കെയർ ഓർ സർവീസ് റിക്കഗ്നൈസ്ഡ് അണ്ടർ സ്റ്റേറ്റ് ലോ ഫോർ ദ പർപ്പസ് ഓഫ് പ്രിവെന്റിംഗ്, എലിവേറ്റിംഗ്, ക്യൂറിംഗ്, ഹീലിംഗ് ഇൽനെസ്, ഫിസിക്കൽ ഡിസബിലിറ്റി ഓർ ഇഞ്ചുറി. അതായത് നമ്മുടെ ലോകത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു മെഡിക്കൽ കെയറോ അല്ലെങ്കിൽ റെമഡിയൽ കെയർ സർവീസോ സ്റ്റേറ്റ് ലോ അനുസരിച്ച്, അതായത് സംസ്ഥാനത്തിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരു മെഡിക്കൽ കെയർ അല്ലെങ്കിൽ റെമഡിയൽ കെയർ സർവീസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ട്? അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യാനും അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാനും വന്ന അസുഖങ്ങളെ ക്യൂർ ചെയ്യാനും അതുപോലെ ഇഞ്ചുറീസും ഡിസബിലിറ്റീസും ഒക്കെ ഹീലിംഗ് നടത്താനും വേണ്ടി ആ പർപ്പസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത സ്റ്റേറ്റ് നിയമങ്ങൾ അനുസൃതമായിട്ടുള്ള മെഡിക്കൽ കെയർ അല്ലെങ്കിൽ റെമഡിയൽ കെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സർവീസസ് എന്ന് പറയുന്നത്. എയിംസ് ടു റീച്ച് ഓപ്റ്റിമൽ ഹെൽത്ത് ബൈ, എങ്ങനെയാണ് നമുക്ക് ഹെൽത്ത് കെയർ സർവീസസിലൂടെ നമുക്ക് മാക്സിമം അതിൻ്റെ ആ ഒരു പർപ്പസിലോട്ട് റീച്ച് ആകാൻ പറ്റുക? ഒന്ന്, നമ്മുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം പ്രൊമോഷൻ ഓഫ് ഹെൽത്തും, പിന്നെ രണ്ടാമത്തത് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡിസീസസ് ആൻഡ് ഹെൽത്ത് ഹസാർഡ്സ്. ഒന്ന്, ഇപ്പോൾ നമുക്കുള്ള ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക, മറ്റൊന്ന് പുതിയ ഡിസീസസ് ഒന്നും വരാതെ നമ്മളെ പ്രിവെൻറ്റ് ചെയ്ത്, ഡിസീസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവയെ കൺട്രോൾ ചെയ്ത്, അതുപോലെ ഹെൽത്ത് ഹസാർഡ്സ് ഒന്നും വരാതെ തടയുക. ഇതാണ് പ്രധാനമായിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസസിന്റെ എയിംസ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡ്സ് അപ്പോൺ നാച്ചുറൽ ആൻഡ് എക്സ്റ്റെൻസ് ഓഫ് ദ ഹെൽത്ത് പ്രോബ്ലം, ലെവൽ ഓഫ് കെയർ റിക്വയർഡ് ഓഫ് ക്വാളിറ്റി ലൈഫ്. അതായത് നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള, നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ, പ്രസന്റ്ലി കാണപ്പെടുന്ന ഹെൽത്ത് കെയർ പ്രോബ്ലംസിന്റെ നാച്ചുർ, അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, എന്ത് കാരണമാണ്? വെള്ളത്തിലൂടെ പടരുന്നതാണോ, എയറിലൂടെ പടരുന്നതാണോ, ആഹാരത്തിലൂടെ പടരുന്നതാണോ, ബ്ലഡിലൂടെ പടരുന്നതാണോ, അത് എത്രത്തോളം സിവിയർ ആണ്, ഇതെങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്, ഇതിനെല്ലാം അനുസൃതമായിട്ടാണ് ഈ ഒരു ഹെൽത്ത് കെയർ സർവീസസ് എന്ത് ചെയ്യുന്നത്? ഹെൽത്ത് പ്രൊമോഷനും ഡിസീസ് പ്രിവെൻഷനും വേണ്ടി പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ്, ഹെൽത്ത് കെയർ സർവീസസ് അൺലൈസൻസ്ഡ് ആയിട്ടുള്ള അസിസ്റ്റീവ് പേഴ്സൺസ്, നഴ്സിംഗ് അസിസ്റ്റൻസ്, ഹോസ്പിറ്റൽ അറ്റൻഡേഴ്സ്, പേഷ്യൻ്റ് കെയർ ടെക്നീഷ്യൻസ്, അതായത് ക്ലീനിങ്ങും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ്, അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സൺ ആണ് നമ്മുടെ ഹെൽത്ത് കെയർ ടീമിനകത്ത് വരുന്ന ആൾക്കാർ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ യൂണിറ്റ് പഠിക്കാനുള്ളത്. ഇതിനകത്ത് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ. 5 മാർക്കിനോ 10 മാർക്കിനോ ചോദിക്കാവുന്ന കാര്യമാണ്. 5 മാർക്കിന് 10 മാർക്കിൻ്റെ 10 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു പാർട്ടായിട്ട് ചോദിക്കാം. ലെവൽസ് ഓഫ് പ്രിവെൻഷൻ, ഡിസീസ് പ്രിവെൻഷൻ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ, ടൈപ്സ് ഓഫ് റീഹാബിലിറ്റേഷൻ 5 മാർക്കിന് ചോദിക്കാം. ഹെൽത്ത് കെയർ ടീം വളരെ റെയറാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ 2 മാർക്കിന് ചോദിക്കാം. പിന്നെ ഹോസ്പിറ്റലും ഹോസ്പിറ്റലിൻ്റെ ടൈപ്സും ഫങ്ഷൻസും, ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പം നമ്മുടെ 2 യൂണിറ്റ് ഇവിടെ തീരുകയാണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് 2 ഫസ്റ്റ് യൂണിറ്റ് ഹെൽത്ത് അസസ്മെന്റ് അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ, ഇച്ചിരി വലിയൊരു ചാപ്റ്ററാണ്, നമ്മൾ അതാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ.